നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലിൽ നിന്ന് ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ച് സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും. വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രത്തെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ സ്ത്രീ രത്നങ്ങൾ. കുഞ്ഞ് ഇസഹാക്കുമായി വരുന്ന സാറ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറയാണ് ഞാൻ. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശ്വാസികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സാറ എന്ന സ്ത്രീയാണ് ഞാൻ. തപ്പെടുത്ത് ആർത്തുകൊണ്ടുവരുന്ന മിരിയാം. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കാനാനിലേക്ക് നയിച്ചുകൊണ്ട് പോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന് തീരുമാനിക്കുകയാണ് ഞാൻ. ഇസ്രായേൽ മക്കളെ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നീളത്തിൽ കൂടി അക്കരെ കടന്നപ്പോൾ ഞാൻ തപ്പെടുത്ത സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും അവരുടെ പിന്നാലെ ചെന്നു. ബാലാക്കിനോടും സൈന്യത്തോടും കൂടെ യുദ്ധത്തിന് പുറപ്പെട്ട ദബോറ. ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ബൈബിളിനെ പ്രവാചിക്കുകയാണ് ഏക ന്യായാധിപ ദബോറ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടും ഒപ്പം ഞാൻ പുറപ്പെട്ടു. അവർ നേടിയ ഉന്നത വിജയത്തെ തുടർന്ന് ഞാൻ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്ന രൂത്ത്. യഹോവയോടും അമ്മായിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം നാടും വീടും സ്ഥലം വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബ്യ സ്ത്രീയാണ് ഞാൻ. ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കാരണം യേശുവിന്റെ വംശാവലിയിൽ ഇടം പിടിച്ച ഏക മഹിളാ രത്നമാണ് ഞാൻ. ജ്യേഷ്ഠത്യായ ഓർപ്പ തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് മടങ്ങിയപ്പോൾ ഞാൻ അമ്മായിയമ്മയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ ഭരിക്കുന്നിടത്ത് ഞാനും ഭരിച്ചടക്കപ്പെടും എന്ന ഉറച്ച നിലപാടെടുത്ത് മരുമക്കളിൽ ഞാൻ മാതൃകയായി. ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയാണ് ഞാൻ. എന്നെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും മാതൃക ആക്കേണ്ടതാണ്. ധൈര്യവും വിവേകവും ദീർഘവീക്ഷണവുമുള്ള അബീഗയിൽ. ദുഷ്ടനും അവിവേകിയുമായ എന്റെ ഭർത്താവ് ചെയ്ത പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ
ധീരവനിതയാണ് ഞാൻ. അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായ എസ്തേർ രാജ്ഞി. അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞിയാണ് ഞാൻ. എന്റെ രാജ്ഞിപ്പദത്തിലും കൊട്ടാരത്തിന്റെ സുഖമൊരുപ്പതയിലും മതിമറന്ന് ആഹ്ലാദിക്കാറുണ്ട് ഞാൻ. എന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്ധ്യയും സദൈര്യം കൈക്കൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീയാണ് ഞാൻ. യേശുവിന്റെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരത്തി മറിയ. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവളാണ് ഞാൻ. മരണസമയത്തും യേശുവിനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കലെത്തിയ മഗ്ദലക്കാരത്തി മറിയായ ഞാനാണ് യേശു ഉയർത്തെഴുന്നേറ്റ സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോലികയായി മാറിയ മഗ്ദലക്കാരത്തി മറിയയാണ് ഞാൻ. യേശുവിന്റെ അമ്മയായ മറിയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയാണ് ഞാൻ. യെരുശലേമിൽ യേശുവിനെ കുറിച്ച് പ്രസ്താവിച്ച ഹന്ന പ്രവാചകൻ. ആശീർ ഗോത്രത്തിലെ മുൻപിന്റെ മകളായ ഹന്ന പ്രവാചകിയാണ് ഞാൻ. വളരെ വയസ്സ് ചെന്നിട്ടും ദേവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോകുന്നു. അതിലും യേശുവിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരെയും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കാൻ ഹന്ന പ്രവാചകിയായ എനിക്ക് കഴിഞ്ഞു. ലാസറിന്റെ സഹോദരിയായ മാർത്ത. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരിൽ ഒരാളായ മാർത്തയാണ് ഞാൻ. പലതിനെ ചൊല്ലി വിചാരം പെട്ടും മനം കലങ്ങി ഇരുന്ന് എനിക്ക് യേശുവിന്റെ സന്ദർശനം വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. മാർത്ത എന്നത് എന്റെ അതിസൽക്കാരത്തിന് ഏതൊരു സ്ത്രീക്കും മാതൃകയെ ആക്കാവുന്നതായിരുന്നു. യേശുവിനെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മഷികയാണെന്ന് തിരിച്ചറിഞ്ഞ സ്ത്രീയാണ് ഞാൻ. അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം പോലെ വന്ന കാര്യം പോലെ പറഞ്ഞ് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലെ ഓടിച്ചെത്തി സദ്വർത്തമാനം എല്ലാവരും അറിയിച്ചു. എന്റെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് യേശുവിനെ കാണാൻ എത്തുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം. സദൃശവാക്യം 12:4 ഇപ്രകാരം പറയുന്നു: സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിനായി പോരാടി നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിച്ചവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ സൗരഭ്യവാസനയായി തീർന്ന ചരിത്ര പുസ്തകത്താളുകളിൽ നമ്മുടെ പേരും രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം.